ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റു വിളിക്കും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ കാണുന്ന പോലെ നമ്മളിത് ഇവിടെ എല്ലാം ഇവിടെ സെറ്റിംഗ് ആണ്. സോ അതുകൊണ്ട് നമ്മളൊരു പുതിയ സംരംഭമായിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഗപ്പീസ് നമ്മളതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അമലും കൂടെ ചേർന്ന് നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ ഗപ്പീസിൻ്റെ കുറേ വെറൈറ്റി നമ്മൾ അവിടെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്നിവിടെ കുറേ നേരം കഷ്ടപ്പാടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കഴിഞ്ഞു. ഇവിടെയൊക്കെ വെട്ടി ക്ലീൻ ആക്കാൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ചെറുതായിട്ട് ഇവിടെ ഫീൽ ചെയ്യും. പക്ഷേ ഇത് കുറേ ഉണ്ടല്ലോ അതിൻ്റെ പണി, കുറേ ഉണ്ടായിരുന്നു. രാവിലെ തുടങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഗപ്പി ഫസ്റ്റ് ഇവിടെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഗപ്പി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളതാണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റും കൂടെ നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. ഇത് നിങ്ങൾ ഗപ്പി ചെയ്യുന്നവർക്കെല്ലാം അത്യാവശ്യമായിട്ടുള്ള പ്ലാന്റാണ്. ഇത് നമ്മുടെ കയ്യിൽ സെയിലുണ്ടാവും. താല്പര്യമുള്ളൊരു മേടിക്കുക. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗപ്പി ഒരിക്കലും ചത്തുപോകുക പുതിയ ഗപ്പി എടുത്തു കഴിഞ്ഞാൽ. സോ അങ്ങനത്തെ ഒരു പ്രത്യേകമുള്ള പ്ലാന്റാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള കോൺടാക്റ്റ് വെറും 20 രൂപയുള്ള ഈ പ്ലാന്റിന്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ മെയിൻ ആമ്പലുകൾ ഇവിടെ റിപ്പുണ്ട്. ആമ്പലുകളും എല്ലാം ഫിഷ് എല്ലാം നമ്മൾ ഒരു സ്ഥലത്താക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അവനെ നമുക്ക് എല്ലാത്തിനും വിടാതിലേക്ക് ഫിഷിനെ ഇറക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ഇതിലേക്ക് വിടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ യെല്ലോ ആണ്. യെല്ലോ ടെക്സ്റ്റർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മളിതിലേക്ക് നമുക്ക് ഇറക്കാം. അപ്പോൾ നമ്മളിനി ബൾക്ക് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാനുള്ള അക്വേറിയം കാര്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റേറ്റൊക്കെ നല്ല അഡ്ജസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ സാധനമുണ്ട്. ഓക്കെ, നമ്മളിതിനൊന്നും വെള്ളമൊന്നും വരാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിനിപ്പോൾ വയ്ക്കും. ഇവിടെ കെട്ടിയൊക്കെ വെച്ചിട്ടാണ് നമ്മളിതിനെ സെറ്റ് ആക്കുന്നത്. സോ അതൊന്നും നിങ്ങൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പേടിക്കേണ്ട. ക്വാളിറ്റി കറക്റ്റ് ആയിരിക്കും. ഇതിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു വെറൈറ്റി മാത്രമേ ഇതിന് ഇറങ്ങൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വിടാം. എല്ലാം സെറ്റ് ആയിരിക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആൾക്കാർ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് യെല്ലോ ടെക്സ്റ്റർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമ്മൾ യെല്ലോയിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതിലൊരു വെറൈറ്റിയാണിത്. നമുക്കിനി അടുത്ത് ഇതിലേക്ക് നമുക്കിതാ ഫോക്സ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ പ്ലാന്റ് ഗപ്പി ചെയ്യുന്നവർ ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ്. കാരണം ഈ പ്ലാന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഗപ്പിക്ക് കുഞ്ഞുങ്ങൾ ഒളിച്ചിടക്കാൻ പാടായിരിക്കും. പിന്നെ അതുപോലെ ഇവർ ബ്രീഡ് ആവാനൊക്കെ പറ്റിയൊരു പ്ലാന്റാണിത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തന്നെ വീട്ടിൽ കസാരയോ അതുപോലെ സെറ്റിയോ ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരുമാതിരി തോന്നില്ലേ. അതുപോലെയാണ് മീനിയൊക്കെ ഇതുപോലെ ചെടി എന്തെങ്കിലും ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഒരു ഇതില്ലല്ലോ. നമ്മൾ ഒരു കർട്ടനൊക്കെ നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും. അതുപോലെയാണ് ഇവർക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പ്ലാന്റ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഹാഫ് ഇവർക്ക് കൊടുക്കാം, ഹാഫ് അവർക്കും കൊടുക്കാം അവിടെ. അപ്പോൾ ഈ പ്ലാന്റ് വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കണ്ട് ആ ഒരു ടാങ്കിലുണ്ടാകുന്ന ഒരു വ്യത്യാസം നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യും. അടുത്തത് ഫുള്ള് വല കിടപ്പം നമുക്കിത് മാറ്റിയിട്ട് ഇതിലേക്ക് മീൻ ഇറക്കാം. അടുത്ത മീൻ ഇപ്പോൾ പുറത്തിട്ടില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിലേക്കാണ് നമ്മളെ ഫുൾ റെഡ്. ഓക്കെ, നമ്മളതിൽ ഒത്തിരി ചിലവുള്ളതും ഇപ്പോൾ ആര് പുതുതായിട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് പറ്റിയൊരു സാധനമാണ് ഈ ഫുൾ റെഡ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇറക്കാം. ഓക്കെ, അപ്പോൾ ഫുൾ റെഡ് നമ്മൾ ലാസ്റ്റ് ഒത്തിരി പേര് നമ്മളിന്ന് വന്ന് സാധനം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഫുൾ റെഡ് ഏകദേശം ഒരു 15 പേർ നമ്മൾ ലാസ്റ്റ് ഒരുമിച്ച് പുതിയ തന്ന സ്റ്റോക്കാണ്. അതിൽ നിന്ന് 5 പേർ ഒരാൾ കൊണ്ടുപോയി, ബാക്കി 2 പേർ ഇന്ന് പോയി. അതിൽ നിന്ന് 1 പേർ ഞാൻ ഇവിടെ ഇട്ട് നോക്കുകയാണ്. നമുക്കിപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഇറക്കിയിട്ടുള്ളത്. ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒത്തിരി മീൻ ഒരുമിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത പേർ നമ്മളിതിലേക്ക് ഇറക്കി കൊടുക്കാം നമുക്ക്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് ഫിഷ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് 2-3 ദിവസം. അപ്പോൾ അത് കറക്റ്റ് ആവും. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് പ്ലാന്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലിനി ഈ കുറച്ച് പ്ലാന്റ് അല്ല, കുറച്ചുകൂടെ പ്ലാന്റ് കൊടുക്കണം. നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ അതിനുശേഷം നമ്മൾ ഇനി അടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാം. വേടാമല്ലേ, നമുക്കിനി അടുത്ത് ഇത് മാത്രമല്ല നമ്മൾ വേറെ അടുത്തും ചെയ്യുന്നുണ്ടല്ലോ വലുതായിട്ട് അവിടെ ജസ്റ്റ് ഒന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലേസിൽ പോയിട്ട് അതിനുശേഷം നമ്മൾ അവിടെ നമ്മൾ ഇതുപോലെ ടാങ്കുകളിലല്ലേ അവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇനി അടുത്ത് ടാർപോളിൽ വെച്ചിട്ട് നമ്മൾ കുറ്റിയൊക്കെ അടിച്ച് നിർത്തി ആ ഒരു ലെവലിലാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ഗപ്പീസൊക്കെ വളർത്തുന്നവരായിട്ട് നമ്മളെ വീഡിയോ ഷെയർ ചെയ്യല്ലേ. നമ്മളതിൽ സാധനങ്ങളുണ്ട് സെയിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നമ്മളെ. ഏറ്റവും വിലക്കുറവിൽ നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും 250 ആ വലിയ റേറ്റിനൊക്കെ വയ്ക്കുന്നത് നമ്മൾ വെറും 100 ആ റേഞ്ചിനൊക്കെ നമ്മൾ തരും. ഓക്കെ, എപ്പോഴും അതുപോലെ തരാൻ പറ്റത്തായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ചിലപ്പോൾ 500 ആൾക്കാർ വിൽക്കുന്നതാണെങ്കിൽ നമുക്ക് 300 തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇത്ര എടുക്കാമെന്ന് വിചാരിച്ചില്ല. ഇങ്ങനെ എടുത്തിട്ട് ഫുൾ ഏരിയ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ഇത്ര. ഓക്കെ, അതിന് തന്നെ നമുക്ക് എത്ര 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാ. അപ്പോൾ 4 വെറൈറ്റി നമുക്ക് വലിയ ബൾക്കായിട്ട് ചെയ്യാമല്ലേ. 4 വെറൈറ്റി. അപ്പോൾ 4 വെറൈറ്റി നമ്മൾ ബൾക്കായിട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇവിടെ വൃത്തിയാക്കിയ വീഡിയോസ് എല്ലാം നമ്മൾ പറ്റുന്ന അതിലുള്ള വീഡിയോ കുറച്ച് ആഡ് ചെയ്യാം. നമുക്ക് അതിലൊന്ന് ചെയ്തേക്കാം. അതിനൊരു ടൈം ലാപ്സ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ ചെയ്യും. ഓക്കെ, അതും നമ്മൾ ഇതിൻ്റെ കൂടെ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി പരിപാടിയിൽ പോകാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അമലുണ്ട്. ബൈ ബൈ, സൈൻ ഔട്ട്.